ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി കളഞ്ഞ് പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിർത്താനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ താമസിക്കുന്ന സ്ഥലം ചെറുതോ വലുതോ വാടക വീടോ എന്തോ ആവട്ടെ, ആ ഒരു സ്ഥലം നമ്മൾ എപ്പോഴും നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും വെക്കുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ നോക്കുക, നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ അലങ്കോലമായിട്ടുള്ളൊരു വീട്ടിലോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവിടുന്ന് ഒരു പോസിറ്റീവ് എനർജി ആയിട്ടായിരിക്കും എപ്പോഴും ഫീൽ ചെയ്യുക. അതേസമയം ഒരു ചെറിയ വീടായാൽ പോലും ഇപ്പം നല്ല ഒതുക്കി നല്ല അറേഞ്ച്മെൻറ്റൊക്കെ ആക്കി നല്ലൊരു ചെടികളൊക്കെ വളർത്തി അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മുടെ വീട്ടിലെ ഡൈനിങ് ഏരിയ, കട്ടിൽ, അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അത് ഡൈനിങ് ഏരിയയിൽ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ട് വയ്ക്കാതെ എപ്പോഴും നല്ല നീറ്റാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റൂമിലെ ബെഡ് എപ്പോഴും നീറ്റാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നും നല്ലതുപോലെ ഒന്ന് കൊട്ടി വിരിച്ച് രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ പറ്റുവാണെങ്കിൽ മാക്സിമം അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് 2 പില്ലോ കവറൊക്കെ മാറ്റി നല്ല ഇതായിട്ട് ഇടുവാണെങ്കിൽ ആ റൂമിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഒരു പണച്ചെലവില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ഫ്രഷ് എനർജി കയറ്റാനുള്ളൊരു കിടിലൻ ടിപ്പാണ് നമ്മുടെ വീട്ടിലുള്ള ജനലുകൾ ഒന്ന് തുറന്നിടുക എന്നുള്ളത്. ജനൽ തുറന്നിടുമ്പോൾ നല്ല വെട്ടവും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് കാറ്റും ഒക്കെ നമ്മുടെ റൂമിലും വീട്ടിലും ഒക്കെ നിറയും. അത് കാരണം നമുക്ക് അതും ഒരു ഫ്രഷ് എനർജി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ മാക്സിമം പച്ചപ്പ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള ഏതെങ്കിലും നല്ല പ്ലാന്റ്സ്, മണി പ്ലാന്റ്സ്, എന്തെങ്കിലും വാട്ടർ പ്ലാന്റ്സും ഒക്കെ നമ്മൾ വീട്ടിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഫ്രഷ് എനർജി തരും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ഈ പ്ലാന്റ്സ് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഓക്സിജൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. കാരണം അവർ ഓക്സിജനാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് അവർ നമുക്ക് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാക്സിമം ഇതുപോലുള്ള പ്ലാന്റ്സൊക്കെ വീടിനകത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ക്ലോക്കിലൊക്കെ ബാറ്ററി തീർന്നാൽ അത് അപ്പോൾ തന്നെ മാറ്റി പുതിയ ബാറ്ററി ഇട്ടിട്ട് ക്ലോക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നശിച്ചു പോയതാണെങ്കിൽ പുതിയ ക്ലോക്ക് വാങ്ങുക. അതുപോലെ തന്നെ പൊട്ടിയ കണ്ണാടി അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ മാറ്റുക. വീട്ടിലെന്ത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന എന്ത് മിക്സി, ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉള്ളത് കംപ്ലൈൻ്റ് ആയാലും അത് പെട്ടെന്ന് തന്നെ ശരിയാക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം നമുക്ക് അതൊക്കെ ഇല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും വീട്ടിൽ ഫുള്ള് നിൽക്കുന്നത്. പണ്ടുള്ളവർ പറയും പൊട്ടിയ കണ്ണാടിയിൽ മുഖം നോക്കരുത്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി അത് കൊണ്ടുവരുന്നതൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട് നമ്മൾ എപ്പോഴും നല്ല ഗുഡ് സ്മെല്ലാക്കി വെക്കുക എന്നുള്ളതാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും അതിൽ ഈസി ആയിട്ടുള്ള കാര്യം ഇതുപോലെ എയർ ഫ്രഷർ വാങ്ങി അടിക്കുക എന്നുള്ളതാണ്. അതാകുമ്പോഴത്തേക്ക് സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്മെല്ലുള്ള മെഴുകുതിരികൾ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. നല്ല ക്യൂട്ടാണ് കാണാൻ. അത് ഒന്ന് കത്തിച്ച് വെക്കുക. അതാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു സ്മെല്ല് നിലനിൽക്കും. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വീട്ടിൽ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുക എന്നുള്ളത്. ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും വീട് ഫുള്ളും. അതൊന്നും വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി കളയാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇതുപോലെ സാമ്പ്രാണിത്തിരിയുടെ കട്ടകൾ കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങി ഒന്ന് കത്തിക്കുക എന്നുള്ളതാണ്. ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ നമുക്ക് കുറേ സമയം വീട്ടിൽ നല്ലൊരു ഫ്രഷ് എനർജി ആയിരിക്കും കേട്ടോ, ആ ഒരു സ്മെല്ല് കാരണം. അപ്പോൾ അതും നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീട്ടിൽ ഫ്രഷ് എനർജി കിട്ടാനായിട്ട് ചെയ്യുന്ന, ഒരു പോസിറ്റീവ് വൈബ് കിട്ടാനായിട്ടും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതിലേതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വേറെ ട്രിക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വട്ടം ഉടനെ തന്നെ കാണാതിരിക്കും. ബൈ.